സഖിയേശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായ്ക നിമിത്തം. പ്രിയപ്പെട്ടവരെ, യേശുകർത്താവിന്റെ കഥാനുഭവങ്ങളോടുള്ള ഏകീഭാവമാണ് സ്നാനം. തിരുസഭയ്ക്ക് ദൈവം യേശുകർത്താവ് നൽകി തന്നിരിക്കുന്ന അനുഗ്രഹീതമായ രണ്ട് കുലാശങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്. നമുക്കറിയാം, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് സ്നാനം എന്നുള്ളത്. യേശുവിന്റെ ഒരു അന്ത്യകൽപ്പന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുകർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്, അധികാരത്തോടുകൂടിയുള്ള കൽപ്പനയാണ് സ്നാനം എന്നുള്ളത്. അത് തിരുസഭ ആചരിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു കർമ്മമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്, ഞാൻ ഒരുപാട് ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ കർമ്മേശയുടെ തിരുവതാരത്തിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു കർമ്മമാണ്. ഇതിന് രണ്ടിനും യേശുകർത്താവിന്റെ കർത്താനുഭവങ്ങളോട് ബന്ധമുണ്ട്. ഒന്നാമത്തെ സ്നാനത്തിന്റെ ബന്ധം എന്നുള്ളത് നമുക്കറിയാം. യേശുകർത്താവിന്റെ കർത്താനുഭവങ്ങളോടുള്ള ഏകീഭാവമാണ് സ്നാനം. നമ്മുടെ പാപങ്ങളും ശാപങ്ങളും മുഴുവൻ തന്നെ തിരിച്ചെടുത്ത് ഏറ്റെടുത്തുകൊണ്ട് യേശുകർത്താവ് കാൽവരി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവമാണ് സ്നാനം. അതാണ് ഇന്ന് പ്രധാനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ചത്. അനുഗ്രഹീതമായ മറ്റൊരു ശുശ്രൂഷയാണ് കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ. അത് കർത്താനുഭവങ്ങളോട് ബന്ധപ്പെട്ട ശുശ്രൂഷ തന്നെയാണ്. യേശുവിന്റെ കർത്താനുഭവങ്ങളെ കുറിച്ചുള്ള ഓർമ്മയാണ് തിരുവത്താഴത്തിന്റെ ശുശ്രൂഷ. അപ്പോ സ്നാനം എന്നുള്ളത് കർത്താനുഭവങ്ങളോടുള്ള ഏകീഭാവവും, കർത്തൃമേശ എന്നുള്ളത് കർത്താനുഭവങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട അനുഗ്രഹീതമായ ഒരു കാര്യമാണ് നമ്മുടെ കർത്താവിന്റെ കർത്താനുഭവങ്ങൾ. നമ്മെ നാമാക്കുവാൻ വേണ്ടി ത്യാഗപൂർണമായി നമ്മുടെ കർത്താവ് അനുഭവിച്ച കഥകളെ, കർത്താനുഭവങ്ങളെ ധ്യാനിക്കുന്ന ആർക്കും കർത്താവിനെ വിട്ടൊരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ യേശു കർത്താവിന്റെ ക്രൂശിനെ ദൈനംദിനം ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോവുകയും പാട്ടുകാരൻ പാടുന്ന പോലെ ക്ഷീണമെന്തെന്ന് അറിയുകയില്ല. എത്രയെത്ര വെല്ലുവിളികൾ, എത്രയെത്ര പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ. ഇനിയും എത്രയോ കടമകൾ നമുക്ക് അഭിമുഖീകരിച്ചവരാണ് നിത്യതയുടെ തീരത്ത് നമുക്ക് അടയുവാനായിട്ട് കഴിയുക. ഇവിടെയെല്ലാം നമ്മുടെ കണ്ടപ്പെടാതെ, കാലുകളിടാതെ, തലമുടിയാതെ മുൻപോട്ട് പോകുവാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്നത് യേശു കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഈ അനുഗ്രഹീത അനുഭവം ജീവിതത്തിൽ നിലനിർത്തുന്ന ആർക്കും പിന്മാറേണ്ട കാര്യം വരികയില്ല. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം സദാ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കുറിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിന്റെ കർത്താനുഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. പ്രാരംഭമായി എഴുതിയ 1-ാം ലേഖനം 11-ാമത്തെ അധ്യായം 23 മുതൽ അതിന്റെ 32 വരെയുള്ള വേദഭാഗങ്ങൾ ഞാനിവിടെ പരസ്യമായിട്ട് വായിക്കുന്നു. ബൈബിളുള്ള പ്രിയപ്പെട്ടവർ എടുക്കുകയോ അല്ലാത്തവർ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് ഈ വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലുമ്പോൾ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിരിയുന്നു
ദൈവമാകുന്നു, ഇത് പിടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോൾ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുവാൻ ശരീരത്തെ വിവരിക്കാൻ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകം നിദ്രപ്പെടുന്നു. നാം അവൻ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. ഈ അനുഗ്രഹീത വേദഭാഗം കർത്താവിന്റെ മേശയുടെ അനുഷ്ഠാനത്തിനു മുൻപ് നാം നിരന്തരം വായിച്ചു കേൾക്കുന്ന ഒരു ഭാഗമാണ്. ഇന്ന് പകലിൽ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് സമയം നമ്മുടെ മുമ്പിൽ ഇല്ലായെങ്കിലും ഈ വേദഭാഗത്തേക്ക് നാം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ പ്രധാനപ്പെട്ട 4 ഭാഗത്തോട്ട് നമ്മുടെ ശ്രദ്ധയെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളെ നോക്കുവാൻ പ്രേരിപ്പിക്കുന്ന വേദഭാഗമാണ് ഈ കൊരിന്ത്യർ ലേഖനം 11:23 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങൾ. ഒന്നാമത്തെ ഈ ഭാഗം നമുക്ക് തരുന്നത് കർത്തൃമേശയുടെ അനുഷ്ഠാനത്തിനായി ഒരുക്കപ്പെടുന്ന എല്ലാവരും മുകളിലോട്ട് നോക്കാൻ ഈ വേദഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. മുകളിലോട്ട് നോക്കാൻ. അതെന്തിനാണ് മുകളിലോട്ട് നോക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഭക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് നോക്കുന്ന ക്രിസ്തുഭക്തന് യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുമ്പോൾ നോക്കുമ്പോൾ ബോധ്യമാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവ് ആരായിരുന്നു. 2, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ആരായിത്തീർന്നു. ഇന്ന് നമ്മുടെ കർത്താവ് എന്തു ചെയ്യുന്നു. മുകളിലോട്ട് നോക്കുന്നവർക്ക് ഈ 3 കാര്യങ്ങൾ ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് കഴിയില്ല. യേശു കർത്താവ് ആരായിരുന്നു? ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായിരുന്നു. ഒരു പുത്രനെ മാനവകുലത്തിന് വേണ്ടി നൽകി തന്നാൽ മറ്റൊരു പുത്രൻ ദൈവത്തിൽ ഇല്ലാതിരിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതിരിക്കുന്നത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏകജാതനെ തന്നുകൊണ്ടാണ് മാനവകുലത്തോടുള്ള നമ്മളോടുള്ള സ്നേഹം നമ്മുടെ പിതാവായ ദൈവം പ്രദർശിപ്പിച്ചത്. എന്തെങ്കിലും ഭൗതിക സമർപ്പിക്കുന്നതുകൊണ്ടല്ല, തന്റെ മടിയിൽ വിരാജിച്ചുകൊണ്ടിരുന്ന തന്റെ ഏകജാതനായ പുത്രനെ മാനവകുലത്തിന് വേണ്ടി തകർക്കുവാൻ കാൽവരിയിൽ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് പിതാവ് നമ്മോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം. എഫെസ്യർ 5-1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി തീർന്നു. യേശുവിനെ ആരും കൊന്നതല്ല, ബലപ്രയോഗം നടത്തി ക്രൂശിലെത്തിയതല്ല. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മെ സ്നേഹിച്ച് തന്റെ തിരുശരീരത്തെ യേശു പരമയാഗമാക്കി തീർത്തതാണ്. അപ്പൊ നമ്മുടെ യേശു കർത്താവ് ആരായിരുന്നു. 2, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ആരായി തീർന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാൻ അവൻ നമുക്ക് വേണ്ടി അത്രയ്ക്ക് വിരൂപനായി തീർന്നു. സുന്ദരന്മാരിൽ സുന്ദരന്മാരാ, 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായ നമ്മുടെ കർത്താവ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാൻ നമുക്ക് വേണ്ടി അത്രയ്ക്ക് വിരൂപനായി തീർന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴമായിരുന്നു. മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്തവരും നമുക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത അണച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പൊ മുകളിലോട്ട് നോക്കുന്ന ഒരാൾക്ക് യേശു ക്രിസ്തു ആരായിരുന്നുവെന്നും നമുക്ക് വേണ്ടി എന്തായിത്തീർന്നുവെന്നും ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്നുവെന്നും കാണാനായിട്ട് പറ്റും. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മുടത്താൻ ഹോളിന്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മകണ്ണുകൾ കൊണ്ട് മുകളിലോട്ട് നോക്കി നമ്മുടെ പ്രാണപ്രിയനെ ഹൃദയത്തിൽ ധ്യാനിക്കുക. ഇന്നു പകൽ കർത്താവ് നമുക്ക് തരുന്ന
നമ്മെ മുകളിലോട്ട് നോക്കുവാൻ പ്രേരിപ്പിക്കും. രണ്ടാമത് ഈ ശുശ്രൂഷ നമ്മളെ പിന്നിലേക്ക് നോക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. പിന്നിലോട്ട് നോക്കുമ്പോൾ കാൽവരി ക്രൂശിൽ ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് പുറകിൽ തകർക്കപ്പെട്ട കർത്താവിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഭുജിക്കുവാൻ പോകുന്ന ഈ അപ്പം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ശരീരമാകുന്നില്ല. ഇവിടെ നമ്മൾ പാനം ചെയ്യാൻ പോകുന്ന ഈ വീഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രക്തമാകുന്നില്ല. വസ്തുമാറ്റത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇതൊരു പ്രതീകം മാത്രമാണ്. പക്ഷെ ഇവിടുത്തെ അപ്പം തകർക്കപ്പെട്ട യേശു കർത്താവിന്റെ തിരുശരീരത്തിന്റെ ഓർമ്മയും ഇവിടുത്തെ ഈ പാനപാത്രം ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയാണ്. പ്രിയപ്പെട്ടവരെ, തിരുശരീരം തകർത്തു നമ്മെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഗൗരവമായി നമ്മൾ ഒരു വസ്തുത അറിയണം. അവസാനത്തെ തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ക്രൂശിൽ ഊറ്റി തന്നു. പടയാളി ഇനിയുള്ള കുന്നത്തിന്റെ കുന്നം കുത്തി കിടക്കുമ്പോൾ തിരുവഴുത്തിങ്ങനെ എഴുതി വെച്ചു, രക്തവും വെള്ളവും പുറപ്പെട്ടു. എന്ന് വെച്ചാൽ മാനവകുലത്തിന് വേണ്ടി മുഴുവൻ രക്തവും ക്രൂശിൽ നമുക്ക് വേണ്ടി ഊറ്റി തന്നു. തന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരല്പം പോലും രക്തം ആ ശരീരത്തിൽ അവശേഷിക്കാതെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റി തന്ന നമ്മുടെ കർത്താവിന്റെ ചൊരിയപ്പെട്ട രക്തത്തെ ഓർക്കാതെ, തകർക്കപ്പെട്ട ആ ശരീരത്തെ ഓർക്കാതെ ഇന്ന് ആരും ഈ കർത്താവിന്റെ മേശയിലോട്ട് കരം നീക്കരുത്. പോലെയോ ഇനി കുടിക്കുന്നത് പോലെയോ രാമൂർത്തിയോട് ഈ ശുശ്രൂഷയിൽ സമ്മതിക്കരുത്. അർഹിക്കുന്ന ഗൗരവത്തോടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ അപ്പവീതികളിൽ നിന്ന് പങ്കെടുക്കുവാൻ. തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 2000-ൽ പരം വർഷങ്ങൾക്ക് പുറകിൽ നമുക്ക് വേണ്ടി കുളിർക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനെ നമ്മുടെ അകത്ത് കാണാൻ കഴിയും. നാം തകർക്കപ്പെടേണ്ട ഇടത്ത് നമുക്ക് പകരമായി തകർക്കപ്പെട്ട നമ്മുടെ ശിരസിലായിരുന്നു ആണിയടിക്കേണ്ടത്, നമ്മുടെ കൈകാലുകളിലായിരുന്നു ആണിയടിക്കേണ്ടത്, നമ്മുടെ ശിരസിലായിരുന്നു ഉൾക്കിരീടം അണിയപ്പെടേണ്ടിയിരുന്നത്, നമ്മുടെ പുറമായിരുന്നു അടിച്ച് മുറിക്കേണ്ടിയിരുന്നത്, നമ്മുടെ അസ്ഥികളായിരുന്നു ഒരുപക്ഷെ ഗന്ധം വിടേണ്ടിയിരുന്നത്. എന്നാൽ നമ്മെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി നമുക്ക് പകരമായി തകർക്കപ്പെടുന്ന യേശു കർത്താവിന്റെ തിരുശരീരത്തെ ഓർത്തുകൊണ്ട് ചൊരിയപ്പെട്ട യേശു കർത്താവിന്റെ രക്തത്തെ ഇന്നു വരെ ഇവിടെ ഇരുന്നുകൊണ്ട് പുറകോട്ട് നോക്കി കണ്ടുകൊണ്ട് വേണം ഈ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ. മൂന്നാമത് ഈ ശുശ്രൂഷ നമുക്ക് തരുന്ന പ്രേരണ നമ്മിലേക്ക് നോക്കാൻ. അപ്പൊ മുകളിലോട്ട് നോക്കണം, 2 പിന്നിലേക്ക് നോക്കണം, 3 നമ്മിലേക്ക് നോക്കണം. നമ്മിലേക്ക് നോക്കുന്നത് എന്തിനാണ്? 28-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. സ്വയശോധനയുടെ അഭാവം നമ്മളെ ബലഹീനരാക്കും, നമ്മളെ രോഗികളാക്കും. ആത്മീയ മരണമോ അശരീര മരണം വരെ സംഭവിക്കാം. തന്നെത്താൻ ശോധന ചെയ്യാതെ ആരും അപ്പവീതികളിലേക്ക് കരം നീട്ടരുത്. നമ്മുടെ രഹസ്യ ജീവിതത്തെ കാണുന്ന, നമ്മുടെ അകവും പുറവും നന്നായി അറിയുന്ന കർത്താവിന്റെ മുന്നിൽ ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷിയോട് ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിലേക്ക് കരം നീട്ടുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഏറ്റുപറയപ്പെടേണ്ടതുണ്ടെങ്കിൽ ഏറ്റുപറയാം, കഴുകപ്പെടേണ്ടതുണ്ടെങ്കിൽ കഴുകപ്പെടാം. ഇന്ന് പകലിൽ കർത്താവിന്റെ തിരുമുമ്പിൽ നമുക്ക് നമ്മെ സമർപ്പിക്കാം. സ്വയശോധന ചെയ്തിട്ട് മാത്രമേ കർത്താവിന്റെ മേശയിലോട്ട് നമ്മിൽ നിന്ന് ദൈവസാന്നിധ്യത്തെ അകറ്റുന്ന, ദൈവത്തെ കോപിപ്പിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറയണം. മാപ്പ് ചോദിച്ച് യേശു കർത്താവിന്റെ ചങ്കിലെ ചോരയാൽ കഴുകപ്പെട്ട് കുറ്റമറ്റ മനസാക്ഷിയോടെ സമ്പൂർണമായ ശുദ്ധീകരണത്തോടുകൂടി വേണം ഇന്ന് ഈ മേശയിലോട് അടുത്തു വരുവാൻ. അപ്പൊ ഇത് നമ്മിലേക്ക് നോക്കാൻ പ്രേരണ തരുന്നു. 4-ാമത്തേതും ഒടുവിലത്തേതുമായി ഈ വേദഭാഗം നമുക്ക് തരുന്നത് ഇത് നമുക്ക് മുൻപിലോട്ട് നോക്കാൻ പ്രേരണ തരുന്നു. എവിടെയാണ് ആ വാക്യം കിടക്കുന്നത്? 25-ാമത്തെ വാക്യം, ഞാൻ വരുവോളം ഈ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. എന്നതിൽ ആയിരിച്ചോടെ ഇവിടെ ഇരിക്കേണ്ട ഗതികൾ നമുക്കില്ല. നമ്മുടെ കർത്താവ് പോയതുപോലെ മടങ്ങി വരും.
എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഈ സഭായം നടക്കുന്നതിനിടയിൽ നമ്മുടെ കർത്താവിന്റെ വരവ് സംഭവിക്കാം. ഒരുപക്ഷെ ഇത് രാത്രി സംഭവിക്കാം. എപ്പോഴാണ് കർത്താവിന്റെ വരവെന്ന് അറിയത്തില്ല. എത്രയോ നൂറ്റാണ്ടുകളായ എത്രയോ ക്രിസ്തുഭക്തന്മാർ കർത്താവിന്റെ വരവിന് വേണ്ടി അവരോട് നോക്കി പാർക്കുന്നു. ഇന്ന് പകൽ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്തൊരു പ്രതീക്ഷ വേണം. ഞാൻ വരുമോ എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീരെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് നമ്മെ തന്റെ സന്നിധിയിൽ ചേർക്കുവാൻ മടങ്ങി വരും. ആ പ്രതീക്ഷയുടെ ഒരു കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ഓരോരുത്തരും തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഒരു ദിവസം നമ്മെ ഒന്ന് പരിശോധന ചെയ്യാം. ഇന്ന് ആരെയും കുറ്റം വിധിക്കുവാനോ ശിക്ഷ വിധിക്കുവാനോ ഉള്ള ഒരു ശുശ്രൂഷയല്ല കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷ. സ്വയശോധനയുടെ അഭാവം ഒരുപക്ഷെ നമ്മളെ ബലഹീനരാക്കിയേക്കാം. ഒരുപക്ഷെ നമ്മളിൽ ആത്മീയമനമോ ശാരീരികമനമോ ഉളവാക്കിയേക്കാം. ഇതെല്ലാം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സ്വയശോധനയുടെ അഭാവം നമ്മളെ രോഗിയാക്കിയേക്കാം. എന്നാൽ കൃത്യമായിട്ട് കർത്താവിന്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടെ ശുദ്ധീകരണത്തോടെ വ്യവസ്ഥപ്രകാരം ഈ ശുശ്രൂഷയിലോട്ട് കരം നീട്ടിയാൽ അതിന്റെ മറുപുറത്ത് എഴുതി വെച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ബലഹീനരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് ബലം പ്രാപിക്കുവാൻ കാരണമാകും. രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് സൗഖ്യത്തിന് കാരണമാകും. ഇത് രോഗശാന്തിക്കുള്ള മരുന്നൊന്നുമല്ല കർത്താവിന്റെ മേശ. പക്ഷേ വ്യവസ്ഥപ്രകാരം ഇതിലേക്ക് കരം നീട്ടിയവരോ ഈ ശുശ്രൂഷയുടെ ഇടയിൽ കർത്താവ് തൊട്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്, സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഈ ശുശ്രൂഷയുടെ നടക്കുമ്പോഴും അങ്ങനെ ചില സ്പർശനങ്ങൾ നമുക്ക് ലഭ്യമാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ണിൽ അടച്ച കൃഷിയെ ധ്യാനിച്ച് അവർക്ക് വേണ്ടി പങ്കെടുക്കാൻ അനുഭവിച്ച നമ്മുടെ കർത്താവിന്റെ കൃഷിയെ ഒന്ന് ധ്യാനിച്ച് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, അതിനെ തുടർന്ന് പ്രാർത്ഥിച്ചാൽ ഇതിലേക്ക് 2000 പല വർഷങ്ങൾക്ക് പുറകിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ നമ്മുടെ കർത്താവ് തന്റെ തിരുശരീരത്തിൽ ഏറ്റെടുത്തു. പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ നമുക്ക് പകരമായി പാപമാക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് കുരിശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചതുകൊണ്ടാണ് നമ്മൾ നീതിമാന്മാരാക്കപ്പെട്ടത്. നമ്മൾ ദൈവത്തിന്റെ മകളുമായി തീർന്നത്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വയം ഏർപ്പിച്ചിരുന്ന കർത്താവിന്റെ മുൻപാകെ ഇതുകൊണ്ട് നമ്മുടെ ആണവത്തെയോട് സമർപ്പിച്ചിട്ട് മനസ്സ് തുറന്ന് ഇന്ന് പകലിൽ കർത്താവിന്റെ മുൻപാകെ ഒരു സമർപ്പണം വിളിക്കാമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോവുകയില്ല, അങ്ങേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇന്ന് പകൽ ഏർപ്പെടുകയില്ല എന്നൊരു തീരുമാനത്തോടുകൂടി വ്യവസ്ഥപ്രകാരം നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ ശൈലിയോട് അടുത്തു വരാം. നമ്മെ നാമാക്കി തീർക്കുവാൻ ആവാദൂടെ തന്റെ തിരിച്ചു കഷ്ടം ശോധനകളും